പാട്ടും കൂട്ടും കുറുമ്പും കുസൃതിയും ഒത്തുചേരുന്ന പാട്ടിന്റെ കൂട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുസൃതി കൂട്ടിലെ സ്നേഹമണിമുത്തുകൾക്ക് അനുഗ്രഹമേകാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ. പാട്ടിന്റെ കൂട്ടിലെ കുട്ടിക്കുറുമ്പൻ അനുഗ്രഹ മധുരനാദം നമ്മുടെ സ്വന്തം തേക്കുട്ടൻ. വെൽക്കം തേജസ് ഓൺ സ്റ്റേജ്. ചന്ദനക്കുറിയൊക്കെ ഉണ്ടല്ലോ. നീ മെലിഞ്ഞു പോയോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്നുകൂടി മെലിഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ. ശരിയാണല്ലോ. മിനുട്ടി, മിനുട്ടി, ഓ ഒരു പരസ്യമായ രഹസ്യമുണ്ട്. അയ്യോ, എന്താ? ശ്രീലക്ഷ്മി കഴിഞ്ഞ ദിവസം ഇവനെ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞു. എന്നിട്ട് 4:30 മണിക്കായിരുന്നു വിളിച്ചത്. 4:30 മണി വെളുപ്പിനോ? വൈകിട്ട്. ഓ വൈകിട്ട്. അപ്പത്തേക്ക് അവനടുത്ത് പറഞ്ഞു, ഈയിടെയായിട്ട് കുറച്ച് തടിച്ചു എന്നൊരു സംശയം. അപ്പൊ അവൻ പറഞ്ഞു ഡയറ്റിംഗ്. ഇല്ല, കുറച്ച് തടിച്ചോ എന്ന് സംശയമുണ്ട്, പക്ഷെ ഞാൻ കുറയ്ക്കാം. ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഇടാ ഇത്ര എഫേർട്ട് പാട്ടിലിട്ടിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. നീ എങ്ങനെയാടാ കുറച്ചത്? എനിക്ക് തരുന്നില്ല. സത്യത്തിൽ കേട്ടതൊക്കെ ശരിയാണോ? 2 ദിവസം കൊണ്ട് വലിയാണ്. അല്ല, ശ്രീലക്ഷ്മി പറഞ്ഞിട്ടാണോ മെലിഞ്ഞത്? അത് ശരി, അത് ശരിയാണ്. ഞാൻ വിളിക്കല് പോയില്ല. അന്നേരം വിളിക്കല് പതിവില്ല. വിളിക്കല് പോലും ഇല്ലേ? എപ്പോഴാ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച? എപ്പോഴാടാ? ഇതുവരെ വിളിച്ചിട്ടില്ല. സ്കൂളിൽ നിന്ന് കാണലേ ഉള്ളൂ. അപ്പൊ എം ജി എണ്ണം പറയണത് സ്കൂളിൽ നിന്ന് കാണല്ലോ. അത് ശരി. അല്ല, സ്കൂളിൽ നിന്ന് കാണല്ലോ, അല്ലാണ്ട് വിളിക്കലൊന്നുമില്ല. അപ്പൊ സ്കൂളിൽ നിന്ന് കാണലുണ്ട്. സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ ഇരുന്നാ കാണല്ലോ. ഒരേ ക്ലാസ്സിലാണോ? ഒരേ ക്ലാസ്സിലാണ്. എന്നിട്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ വലിയ ശ്രദ്ധിക്കാറുണ്ടോ? ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ വലിയ ശ്രദ്ധിക്കാറുണ്ടോ? അതോ ശ്രീലക്ഷ്മിയുടെ വാരി നോക്കിയിരിക്കോ? നിനക്ക് ഭയങ്കര നാണം വന്നല്ലോടെ? അതെ, അവൻ ബ്ലഷ് ചെയ്യുന്നു. കവളൊക്കെ ചുമന്നു. കവളൊക്കെ ചുമന്നു. കവളൊക്കെ ചുമന്നു. സാരമില്ല, വിഷമിക്കണ്ട നീ. നമുക്ക് ഇപ്പൊ പാടാൻ പോകുന്ന പാട്ടില്ലേ, നമുക്ക് ശ്രീലക്ഷ്മിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ശ്രീലതികകൾ. അതാണ് ഒന്ന് പറഞ്ഞേ. ശ്രീലക്ഷ്മിക്ക് വേണ്ടി ശ്രീലതികകൾ ഞാൻ പാടാൻ പോകുന്നു. സമർപ്പിക്കും. ശ്രീലക്ഷ്മിക്ക് വേണ്ടി ശ്രീലതികകൾ എന്ന പാട്ടിന് പണിയാവോ? അമ്മോ, എനിക്കറിയില്ല. വീട്ടില് പ്രശ്നാവോ? എന്നാ പിന്നെ ധൈര്യമായിട്ട് കുഴപ്പമില്ല. നമുക്കിവിടെ MJ അങ്കിളിനെ വിളിപ്പിക്കാം. ഓക്കെ, ഏത് 2 ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, 2 ശ്രീ അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നിന്നോ. എന്നാ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാ കിളിമകളെ തേൻ കുളിർമൊഴിയേ ഹരിയൊരേയോ ഞാലതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിത തനഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാ കിളിമകളെ തേൻ കുളിർമൊഴിയേ ഹരിയൊരേ ലിപികളിലെഴുതിയ കവിത തനഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ.
മധുക്കൂട്ടാ ഓ കലക്കി. താങ്ക് യു സാർ. ഇതിങ്ങനെ സ്റ്റേജിൽ പാടാൻ എളുപ്പമുള്ള പാട്ടല്ല, ടഫായിട്ടുള്ള പാട്ടാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ തേക്കൂട്ടൻ ഇന്നിവിടെ പാടി. താങ്ക് യു സാർ. ഓക്കെ, വളരെ നന്നായിരുന്നു. വളരെ പല സ്ഥലങ്ങളും വളരെ നന്നായിരുന്നു കേട്ടോ. മധുക്കുട്ട, എന്തോ കുട്ടൻ ചേട്ടാ? എനിക്കൊരു ഭയങ്കര ആഗ്രഹം. എന്താണ്? മധുക്കുട്ടനും തേക്കുട്ടനും കൂടെ ചേർന്ന് അച്ചരണം തീർച്ചയായിട്ടും പൊടിക്കണം. പാടാം. പാടാം. ഓക്കെ ഓക്കെ. പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരുമീ പൂരിതൽ കരളിലാകവേ മലയ സാനുവിൽ നിറനിലാവ് പോൽ വരികയേഴു പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരു നീ. പമരി പമരി സ പമരി സനി പമരി സനി പമരി സനി പമ പമരി സനി പമ സ കളിരണിഞ്ഞുലയവേ വാക്കിളി മകളെ തേൻ കുളിമൊഴിയെ അരിയൊരിയൂ ഞാനതിരുന്നാടു കനകലികളിൽ എഴുതിയ കവിതകളഴകിടും ശ്രീലതികൾ തളിരണിഞ്ഞുലയവേ ശ്രീലതികൾ തളിരണിഞ്ഞുലയവേ ശ്രീലതികൾ തളിരണിഞ്ഞുലയവേ. കലക്കി. താങ്ക് യു സാർ. തേക്കൂട്ടാ, ഒന്ന് നമസ്കരിച്ചോ. അത് വേണം തീർച്ചയായിട്ടും. ആ അനുഗ്രഹം വേണം തീർച്ചയായിട്ടും. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റ് പാടുമ്പോൾ തേക്കൂട്ടാ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ യേശുദാസ് സാറ് അതുപോലുള്ള ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എനിക്ക് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ട് ആ സ്റ്റേജിൽ. അപ്പോൾ എൻ്റെ ആ ഒരു കണ്ടക്ടിങ് ഇതനുസരിച്ച് അവർ പാടാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദൂരം നിൽക്കേണ്ട എനിക്ക് അങ്ങനെ ഒരു അവസരം ഈശ്വരൻ തന്നു. അപ്പോൾ അതിൽ അങ്ങനെ ലൈവ് പെർഫോമൻസിൽ ഗ്രേറ്റ് പെർഫോമൻസസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശങ്കർ മഹാദേവൻ സർ ലൈവ് പെർഫോമൻസിൽ റിയലി ഗ്രേറ്റ് ആണ്. ഹരിഹരൻ സർ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പേര്, ചിത്ര ചേച്ചി സൂപ്പർ പെർഫെക്ഷനിൽ പാടുന്നത്. അപ്പം അങ്ങനെ പലരുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആ ഒരു നമ്പർ 1 സ്പോട്ടിൽ എപ്പോഴും കാണുന്ന ആളാണ് മധു ബാലകൃഷ്ണൻ. ഒരു വേദിയിൽ ഇത്രയും ഇമ്മാക്കുലേറ്റ് ആയിട്ട് പാടുന്ന ആൾക്കാരെ നമുക്ക് കാണാനേ സാധിക്കില്ല എന്ന് എനിക്ക് പറയാം. 100% എല്ലാവരും എൻ്റെ സമ്മതിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ മധുവിന് അങ്ങനെ ഒരു മ്യൂസീഷ്യൻഷിപ്പ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ പാട്ടുള്ളതിലാണ്. ഹരിമുരളീരവം, ഈ ശ്രീലതികൾ, പ്രമദവനം, രാമകഥാഗാനലയം, നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും, ഇങ്ങനെ സാമ്യമകന്ന ഒരു ഉദ്യാനമേ. ഈ ഒരു സാമ്യമകന്ന പാട്ടുകാരനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അത്രയും ഈശ്വരൻ്റെ ടച്ചുള്ള ഒരു മ്യൂസീഷ്യൻ്റെ കൂടെ ഒരു വേദിയിൽ നിന്ന് പാടാനായിട്ടുള്ള നിനക്ക് ഭാഗ്യം കിട്ടില്ലേ? അതാണ് അത് ഈശ്വരൻ്റെ ഇപ്പോഴത്തെ ബ്ലെസ്സിങ് ആണ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ? നേരെ തിരിച്ചാ പറയണ്ടത്. ഇതൊക്കെ എൻ്റെ ഭാഗ്യം. ഇതുപോലുള്ള യങ് ടാലൻസ്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രോഡിജീസ്, അവരോടൊപ്പം എനിക്ക് പാടാനുള്ള ഒരു അവസരം ഉണ്ടായത് ശരിക്കും അത് അല്ല, ഞങ്ങൾ ശരിക്കും ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ പാട്ടുകളെ ആസ്വദിക്കുക ചെയ്യണത് ശരിക്കും, അല്ലേ കുട്ടനേട്ടാ? ഇതൊരു അവിസ്മരണീയമായ പെർഫോമൻസ് ആയിരുന്നു തേക്കൂട്ട. അതെ, ഈ പാട്ട് പാടി ഒരുവിധം ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു എക്സ്ട്രീമാണ്. മനസ്സിലായില്ലേ? ഒരുവിധം എബോ ആവറേജ് ആയിട്ട് പാടിയാൽ പോലും അത് എക്സ്ട്രീമാണ്. നീ എബോ ആവറേജ് ആയിട്ടുള്ള സൂപ്പറായിട്ട് പാടി. അതെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് റെക്കോർഡിൽ ഉള്ള പോലെയല്ല, താളത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ. ഹമിങ് തിരിച്ച് ശ്രീലതികളിൽ വരുമ്പോഴത്തേക്കും അത് കൃത്യം റെക്കോർഡിലുള്ള ഡിറ്റോ അതുപോലെ ഇത് ഈ പാട്ടുകളൊക്കെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ടേപ്പ് റെക്കോർഡറിന് മാത്രമേ സാധിക്കൂ, നമുക്ക് സാധിക്കില്ല അല്ലേ? അപ്പോൾ അതിൽ കുറച്ച് അയവൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം. നമ്മൾ ആ രൂപം നമുക്ക് കൊണ്ടുവന്നാൽ മതി, ആ പാട്ടിൻ്റെ രൂപം കൊണ്ടുവന്നാൽ മതി, ആ സ്വരങ്ങളും കൊണ്ടുവന്നാൽ മതി. അതെല്ലാം നീ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിനക്ക് വന്നിട്ടുള്ള അത്തരത്തിലുള്ള വീഴ്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനും അതും ഡിസ്കസ് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കണോ, അത് കൺസിഡർ ചെയ്യണോ ഗ്രേഡിൽ എന്ന് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാലും ഐ എം ടെല്ലിങ് യു, ഐ എം പ്രൗഡ് ഓഫ് യു.
ഐ എം ഓൾസോ പ്രൗഡ് ഓഫ് യു. വെരി മച്ച് പ്രൗഡ് ഓഫ് യു. എന്ന് പറഞ്ഞാൽ ഈ പാട്ട് പണ്ട് ബാലഗോപാലൻ തമ്പിച്ചേട്ടൻ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പാടും. അങ്ങനെ പല ആൾക്കാരും, ഈ മധു ബാലകൃഷ്ണൻ തന്നെ പല വേദികളിലും ഈ പാട്ട് പാടിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഭയങ്കര ഗംഭീരമാണ്. ദാസാര വേദിയിൽ പാടി കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസിക് സോങ് ആണ്. ഇതിൽ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓർക്കസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ മാസ്റ്റർ തന്നെയാണ് ഓർക്കസ്ട്രേഷനിലുള്ള മെലഡീസൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ കോഡ് കളേഴ്സ്, ഓർക്കസ്ട്രേഷൻ, ആ രീതിയിൽ ഹാർമണി, ഇതൊക്കെ അന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് ജയശേഖർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു മ്യൂസീഷ്യനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ആ പശ്ചാത്തലം ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഏഴു സാഗരവും ഏറ്റുപാടും ഒരു ഗീതമായി ഉണരു നീ എന്ന് പറയുമ്പോഴത്തേക്കും ജയശേഖർ സാറിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഗീതമായിട്ട് ഉണരുന്നു. പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ അദ്ദേഹമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു, ബാലമുരളി സാറ് രേവതി എന്നുള്ള രാഗം പാടിയത് കേട്ട്, ബാലമുരളി സാറാണ് ഈ രേവതി രാഗം ഒരുപാട് പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പല്ലവിയുണ്ട്, അതിങ്ങനെയാണ്: മഹേശ്വരി കാവുമ്മ ഉമാമ്മ മാതംഗി മരഗദാംഗി മഹേശ്വരി കാവുമ്മ ഉമാമ്മ. ഇത് മഹേശ്വരി കാവുമ ഉമാ മാ മാതംഗി മരഗദാംഗി മഹേശ്വരി കാവുമ ഉമാ മാ, അങ്ങനെ പല മഹേശ്വരി കാവുമ ഉമാ മാ മാതംഗി മരഗദാംഗി മഹേശ്വരി, അങ്ങനെ തിസ്രത്തിലും ഒക്കെ അദ്ദേഹം പാടി. അപ്പോൾ ഇതേ പല്ലവിയെക്കുറിച്ച് രവീന്ദ്രൻ മാസ്റ്റർ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് രേവതിയിലേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആണ് ഈ അലക്കടൽ, രേവതി രാഗത്തിൻ്റെ ഒരു അലക്കടൽ രവീന്ദ്രൻ മാസ്റ്റർക്ക് സൃഷ്ടിക്കാൻ പറ്റിയത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ബെസ്റ്റ് സോങ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ രാഗ ബേസ്ഡ് ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ് നമ്മുടെ മലയാള സിനിമ ഗാന ശാഖയിൽ വന്നിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് രവീന്ദ്രൻ മാസ്റ്ററിനാണ് സമർപ്പണം. ദി ഗ്രേറ്റ് മാൻ അല്ലേ. അതുപോലെ ONV സാർ അത് എഴുതിയത്. പിന്നെ ഈ സിനിമ സുഖമോ ദേവി എന്നുള്ള വേണു നാഗവള്ളി ചേട്ടൻ, അദ്ദേഹമാണ് ക്രിയേറ്റർ. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്തത് MB ശ്രീനിവാസൻ സാറാണ്. അതെല്ലാം ഞാൻ ഈ പിന്നെ ലാലേട്ടൻ, ശങ്കരേട്ടൻ, അതിൽ അഭിനയിച്ച ആൾക്കാർക്ക് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഫിലിം അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം കേട്ടോ. പിന്നെ നീ പാടിയതിൽ കുറച്ച് അവിടെ എവിടെയൊക്കെ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നെവർ മൈൻഡ്. അപ്പോൾ നീ പ്രതീക്ഷിക്കുന്ന ഗ്രേഡ് ഏതാ? പറഞ്ഞോ, എന്താ വേണ്ടതെന്ന് പറഞ്ഞോ. എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ഗോൾഡൻ ക്രൗൺ പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഈ ഗോൾഡൻ ക്രൗൺ തരണം എന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് വിചാരിച്ചത്. വേണമെങ്കിൽ തരാം. പക്ഷേ 1-2 ഇടങ്ങളിൽ ആ കൃത്യത, ഗോൾഡൻ ക്രൗൺ എന്ന് പറഞ്ഞാൽ അത്രയും കൃത്യതയിൽ വരുമ്പോഴാണ് നമ്മൾ ഗോൾഡൻ ക്രൗൺ കൊടുക്കാറ്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എക്സ്ട്രോണറി പെർഫോമൻസ് വരുമ്പോഴാണ് ഗോൾഡൻ ക്രൗൺ. ഇത് എക്സ്ട്രോണറിയുടെ അടുത്തെത്തി, ഇത് വരെ വന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് we are going to award you extreme praise. Thank you sir. Congratulations. Thank you sir. നമുക്ക് കൊടുക്കാം ഒരു രേവതി പൂക്കുറ്റി. ശ്രീലക്ഷ്മി രേവതി. താങ്ക് യു മധുക്കളെ. താങ്ക് യു തേക്കുട്ട. ഓൾ ദി ബെസ്റ്റ്. Thank you. പാട്ടിന്റെ വരപ്രസാദ മധുരവുമായി നമ്മുടെ സ്വന്തം മോറഞ്ചൂട്ടി എത്തുന്നു. വെൽക്കം ദേവിക കുട്ടി ഓൺ സ്റ്റേജ്. എത്ര നാളായി കണ്ടിട്ട്. ചക്കരേ, എന്ത് പറയുന്നു കണ്ണാ? സുഖം തന്നെ. പാട്ട് പഠിത്തം എങ്ങനെയുണ്ട്? നന്നായി പോണു. ടീച്ചർ എന്നെ വിളിച്ചിരുന്നു, നന്ദിനി ടീച്ചർ. എന്റെ അടുത്ത് പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ? ചെറുതായിട്ട്. ശരിയാണ്. എന്തൊക്കെ പഠിച്ചു? രാരവേണു കഴിഞ്ഞു. രാരവേണു കഴിഞ്ഞു. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ?
ടീച്ചർ പറയുന്ന ഓരോ വാക്കും പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിട്ട് വരണം കേട്ടോ. ഇപ്പൊ ലോക്ക്ഡൌൺ ശരിക്കും ഉപയോഗിച്ചില്ലേ നന്നായിട്ട് പാട്ട് പഠിക്കാനായിട്ട്? സ്കൈപ്പിലാണോ പഠിക്കുന്നത്? സ്കൈപ്പില് കിട്ടുന്നില്ല. പിന്നെന്താ എങ്ങനെ? അപ്പൊ വാട്സാപ്പില് വീഡിയോ കോൾ. വാട്സാപ്പ് വീഡിയോ കോൾ ആണോ? വെരി ഗുഡ്. അപ്പൊ നന്നായിട്ട് പഠിക്കട്ടെ കേട്ടോ കണ്ണാ. എന്തൊരു സന്തോഷാണെന്നറിയോ, എത്ര ദിവസം എന്റെ ഓറഞ്ചിനെ കണ്ടിട്ട്. ഓറഞ്ച് എവിടെ? ഓറഞ്ച് എവിടെ? ആപ്പിൾ കാണാം, സബർജില്ലി കാണാം, പല ഫ്രൂട്ട്സും കാണാം, പക്ഷെ ഓറഞ്ച് എവിടെ? അപ്പൊ ഓറഞ്ച് ചെയ്താ പാട്ട് ചെമ്മാന പൂമച്ചിൻ കീഴേന്ന് പറയും. ഓക്കെ, സൂപ്പർ ആക്കണേ. ഓക്കെ പറ്റുള്ളേ. ഇത്രയും ദിവസമായേ ചെറിയ ഗ്രേഡ് ഒന്നും കിട്ടിയാ പോരെ അല്ലേ? നല്ല ഗ്രേഡ് വാങ്ങിക്കണേ. എന്റെ ഓറഞ്ചല്ലേ, എന്റെ പിന്നാരക്കുട്ടിയല്ലേ, എന്റെ ചക്കരക്കുട്ടിയല്ലേ? അപ്പൊ മുത്ത് പാടിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത്രയും ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ മര്യാദയ്ക്ക്? കഴിക്കുന്നുണ്ട്. എന്തൊക്കെയാ കഴിക്കാറ്? ചോറ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ലോക്ക്ഡൌണിന് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കി തന്നില്ലേ അമ്മ? കൊറേ സാധനങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെയാണ്? നെയ്ച്ചോറ്, പിന്നെ ഈ കൂടുതൽ ഈ 4 മണിക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ്. 4 മണിക്ക് സ്നാക്സ് ഉണ്ടാക്കിയത്. ശരി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.
ഓറഞ്ചിന്റെ അടുത്ത് ഇപ്പൊ എങ്ങനെയാണ് സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണം. അവിടെ വരാനും പറ്റൂല, ഓറഞ്ചിന് ഇവിടെ വരാനും പറ്റൂല. ഈ പാട്ട് തരാം എന്റെ ഓറഞ്ച് അമ്മയ്ക്ക്. തുള്ളി തുള്ളി നീ പാടമ്മ സീതയമ്മ, നീ തണ്ണീർ വിട്ട ചിന്ന മനം താങ്കാതമ്മ. തുള്ളി തുള്ളി നീ പാടമ്മ സീതയമ്മ, തണ്ണീർ വിട്ട ചിന്ന മനം താങ്കാതമ്മ. തുള്ളി തുള്ളി നീ പാടമ്മ ഓറഞ്ചമ്മ. നമ്മുടെ ഓറഞ്ച് കുട്ടി പാടിയപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതാ, ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ പാട്ട് ഇങ്ങനെ തുള്ളിക്കുന്ന ആളല്ലേ നമ്മുടെ ഓറഞ്ച് കുട്ടി. പക്ഷെ ഓറഞ്ച് നന്നായിട്ട് പാടിയെങ്കിലും ഓറഞ്ചിന് കുറച്ചൊരു ഗ്യാപ്പ് വന്നതിന്റെ എന്തിരോ പ്രശ്നം തോന്നി കേട്ടാ. കുറച്ച് കോൺഫിഡൻസ് കുറവായി ഉള്ളതായിട്ട് തോന്നി. കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ ഈ വേദിയിൽ വരുന്നത്. അപ്പൊ അത് കൺസിഡർ ചെയ്യാം കേട്ടോ. ഒരു കോൺഫിഡൻസ് കുറച്ച് കുറയും. ഈ സൈക്കിൾ കുറേ ദിവസം നമ്മൾ ഓടിക്കാതിരുന്നിട്ട് പിന്നെ സൈക്കിൾ ഓടിക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പൊ നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് അതിനെ റെഡിയാക്കി പിന്നെ തുരുമ്പുള്ളതൊക്കെ മാറ്റി വെച്ച് അല്ലേ ഒന്ന് കൊടുത്ത് ഓവറോൾ ചെയ്തെടുക്കുമ്പോഴാണ് അത് നന്നാവുന്നത് അല്ലേ? അതുപോലെ ആ കോൺഫിഡൻസിനെ നമുക്ക് ഓവറോൾ ചെയ്തെടുക്കണം കേട്ടോ. കണ്ണാ, കുറെ സ്ഥലങ്ങളിൽ ശ്രുതി ചേരാത്ത പ്രശ്നങ്ങളുണ്ട്, നോട്ട് എത്താത്തതിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലേ? വോയിസ് കുറച്ച് സ്ട്രെയിനുമുണ്ട്. അതെന്താണ് കണ്ണാ? ചെറുതായിട്ട് തൊണ്ട പ്രശ്നമുണ്ട്. പല്ലവിയിലുള്ള ഓ എങ്ങനെയാണ്? അത് ഈസ അത് അവിടെ 1 2 3 4 ആണ്. 1 2 3 4 എണ്ണേണ്ട ആവശ്യമില്ല. അത് ശരിയാക്കണം. പിന്നെ വന്നില്ലേ എങ്ങനെ പാടി? അതല്ലേ? അത് നന്നായില്ല. അത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് ശ്രുതിയിൽ ആ സംഗതി പാടിക്കേ. അത് ശരിയാക്കണം. ഇത് രണ്ടും ശരിയാക്കണം. ഇനി അടുത്ത എന്ത് ശരിയാക്കണം ഞാൻ പറഞ്ഞുതരാം. ചരണത്തില് ഓ ഒന്ന് പാടിയില്ല. ഓഹോ അതാണ്. അത് നേരത്തെ ഒന്ന് ഓ നിന്നെ എന്നല്ലേ? അത് ശ്രുതി ചേർന്നില്ല. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ മഴ ചാറുമ്പോ എന്നുള്ളത് ശരിയായില്ല. അവിടെ ഒരു സംഗതി ഉണ്ടല്ലോ. എന്തായിരുന്നു അത്? അത് ഒന്നുകൂടെ സമ്മതിക്കൂല. മഴ ചാറുമ്പോ അത് സമ്മതിക്കൂല. മഴ ചാറുമ്പോ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ? നേരത്തെ പാടിയപ്പോ ക്ലിയർ ആയിട്ട് അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പാടണം. സമ്മതിക്കൂല, അങ്ങനെ പാടാതെ സമ്മതിക്കൂല. അടുത്ത ലാസ്റ്റ് പല്ലവില് പിന്നെയും ഓ ഇതൊക്കെ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. വലിയ പ്രശ്നമാണേ. ഇതൊന്നും നമ്മൾ സമ്മതിക്കില്ല. സമ്മതിക്കോ? ഒട്ടും സമ്മതിക്കില്ല. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങിള നീരോ
മണ്ണിൽ വിരിഞ്ഞ നിലാവോ തേങ്ങും ഹൃദയം മൂളും ഇരുളിൽ പൊലിയുന്ന നാളങ്ങൾ നേരറിയാതെ നൊമ്പരമോടെ വേർപിരിയും ആത്മബന്ധങ്ങൾ വികാര നൗകയുമാ തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരി മണലിൽ വേളിപ്പുടവയലിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ तेरी तस्वीर को सीने से लगा रखा है तेरी तस्वीर को सीने से लगा रखा है कहाँ से आए बदरा घुलता जाए कजरा कहाँ से आए बदरा ओ अंधिपुन वेट्टम तेरे तेरे रे ताना तिंदिंदारा 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 ताना ताना तिंदिंदारा तिंदिंदारा 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 അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ് ഇതാണ് നിക്കണേ. അതെ, നമ്മുടെ മാണിക്യച്ചെപ്പ് അല്ലേ? മാണിക്യ കുഞ്ഞ്, മാണിക്യ കുഞ്ഞി ഓറഞ്ചമ്മ. അപ്പൊ ഓറഞ്ചമ്മയ്ക്ക് ഇന്ന് ഏത് ഗ്രേഡ് വേണം? പറയുന്ന ഗ്രേഡ് തരാം, ശ്രമിക്കാം. ഏത് ഗ്രേഡ്? പറഞ്ഞു, ചുമ്മാ പറഞ്ഞു. ചുമ്മാ പറഞ്ഞു, ഗസ് അടിച്ചോ. ഒരു ഗസ്സടി ഗസ്സടി ഗസ് ഗസ്. എന്നാ മീനും ഒരു ഗസ്സടി ഡബിൾ വൗ വൗ. ആയിക്കോട്ടെ അല്ലേ? വേണോ? ആവാതെ. ഡബിൾ വാവനുണ്ടോ? പിന്നെ ഞാൻ ആദ്യം ട്രിപ്പിൾ വൗ ഉദ്ദേശിച്ചു, പിന്നെ ഞാൻ വെയിറ്റിന് ഒന്ന് കുറച്ചില്ലേ? അല്ല ഇനിയിപ്പോ കൂട്ടിയ ഒരു വെയിറ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ നമ്മള് കുറച്ച് ശരിക്കും ട്രിപ്പിൾ വാവാണ് തരാൻ ഉദ്ദേശിച്ചത്. മീന് പറഞ്ഞ് ഡബിൾ വാവ് ഞാൻ കൂട്ടിക്കോട്ടേന്ന് വിചാരിച്ച ഡബിൾ വൗ പറഞ്ഞേ. അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ്. Orange Kuti is going to be awarded a double wow today. അടിയൊരു ഓറഞ്ച് പുകതി. Wow and wow. അപ്പൊ ചെക്കുടു ഞാൻ പറഞ്ഞിട്ട് കുറച്ചല്ലാട്ടാ. ഓക്കെ ടാറ്റാ, ഓൾ ദി ബെസ്റ്റ്. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം.
വാച്ചയില്ലാതെ വന്നു നീ മെല്ലെ എൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അറിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു. മുറുകാൻ തുടങ്ങുമെൻ വിറയാർന്ന വീണയെ മാറോടമർത്തി കൊതിച്ചിരുന്നു. എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അപ്പൊ ഇനി ഓഡിയൻസ് ചോയ്സിലെ സമയമാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ആരുടെ പാട്ടാണ് കേൾക്കേണ്ടത് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ശരത്ത്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ പാണാവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റുഡിയോയിൽ വന്ന് പ്രോഗ്രാം കാണാനും നമ്മുടെ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇങ്ങനെയെങ്കിലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഓഡിയൻസ് ചോയ്സിലൂടെ ശിവാനിയുടെ പാട്ടാണ് കേൾക്കേണ്ടത്. ശിവാനിക്കുട്ടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ COVID-19 എന്ന മഹാമാരി എത്രയും പെട്ടെന്ന് നമ്മുടെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
നടും പൂങ്കിനാവിലേ ഒരു പുള്ളിക്കുയിലിൻ നീണമായിതാ അടുത്തൊരു മായാ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ അടുത്തൊരു മായാ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ പോയൊരു നാളുകളായിരം നോവുകൾ നീന്തിയ മാനസമാകയും ഇന്നൊരു മാമയിലാടണ പൂവനിയാകിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം ഒരു തൂവൽ തെന്നലുമെല്ലെ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളിന്തേ തേടി പെൺമണിയാളെ അപ്പൊ നമുക്ക് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്ന് ചോദിച്ചു നോക്കാം. MJ അങ്കിളെ. ഒരാൾ ആ ആളെ കുറിച്ച് ഓർത്തപ്പോൾ കവിൾ തുടുത്ത ബ്ലഷ് ചെയ്ത് ആ ആൾക്ക് വേണ്ടി പാട്ട് സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട തേക്കുട്ടൻ. കൺഗ്രാറ്റുലേഷൻസ് തേക്കുട്ട. ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ പൂരികൻ തരളനാഥമായി മധുരഭാവമായി ഹൃദയഗീതമായി വരികേഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ. പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സെമി ഫൈനലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പാട്ടൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടി കുറുമ്പുകൾക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് www.flowerstv.in/voting.